ആൻഡ് ചേട്ടൻ്റെ ഒരു വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എപ്പോഴും ചെറിയ ചെറിയ ബഡ്ജറ്റ് മൂവി പുതിയ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് അപ്പൊ എപ്പോഴെങ്കിലും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി എടുക്കാനായിട്ട് മനസ്സിൽ പ്ലാൻ അങ്ങനെയല്ല നമ്മളൊരു സിനിമ എന്നാ ഞാനൊരു അല്ല എനിക്ക് വേണമെങ്കിൽ ഹോം വലിയ ബഡ്ജറ്റ് എടുത്തെടുക്കാം. അല്ല വലിയ വലിയ സ്റ്റാർസ് കുറെ സ്റ്റാർസിനെയൊക്കെ വെച്ചിട്ട് അല്ല നമ്മൾ അങ്ങനെയല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ചെയ്യാന്നുള്ളതല്ല. അല്ല ഞാൻ ഇനി ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇനി ഞാൻ ബിഗ് ബഡ്ജറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാറില്ല. നമ്മൾ കേൾക്കുന്ന കഥകളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥകൾ ചിലപ്പം അതിന് വേണ്ട ബഡ്ജറ്റ് ഇത്രേ ആയിരിക്കും. അല്ലാതെ ഞാൻ സ്മോൾ സിനിമകളെ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് ഇരിക്കാറില്ല, വലിയ സിനിമകൾ ചെയ്യത്തില്ല എന്നുള്ള വാശിയുമില്ല. നമ്മൾ കേട്ട് ഇഷ്ടപ്പെടുന്ന കഥയ്ക്ക് എന്താണോ ബഡ്ജറ്റ് വേണ്ടത്, അത് ബിഗ് ആണെങ്കിലും സ്മോൾ ആണെങ്കിലും. നമ്മളിപ്പോൾ ഞാൻ തീർപ്പ് എന്ന് പറയുന്ന സിനിമ അത് ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്, ഭയങ്കര ഹെവി ബഡ്ജറ്റാണ്. അതിൽ പൃഥ്വിരാജുണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, സൈജു കുറുപ്പുണ്ട്, ഞാനുണ്ട്, ഇഷ തൽവാറുണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സും. മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റാണ്, രതീഷ് അമ്പാട്ടിൻ്റെ ഡയറക്ഷനാണ്. അപ്പം അതിന് വേണ്ട ബഡ്ജറ്റ് വലുതാണ്. അപ്പോൾ അത് കൊടുക്കാന്നുള്ള, അല്ലാതെ ബിഗ് ബഡ്ജറ്റ് എന്നോ സ്മോൾ ബഡ്ജറ്റ്. ഇപ്പം ആട് 2 എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം വലിയ ബഡ്ജറ്റ് ചെയ്താണ്. പെരിച്ചാഴി എന്ന് പറയുന്ന സിനിമ അതിനും US പോയി ചെയ്താണ്. എന്ന് വെച്ച് ഹോം ഞാൻ ബിഗ് ബഡ്ജറ്റിൽ ചെയ്യുള്ളൂ വാശിയൊന്നുമില്ല, അതിന് ആവശ്യമുള്ള ബഡ്ജറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഈ ഒരുപാട് കഥകൾ കേൾക്കുമ്പോൾ തല മരവിച്ചു പോകാറുണ്ട് അല്ലേ? അതിൽ നിന്നും നമുക്ക് ചിലപ്പോൾ നല്ല കഥകൾ വിട്ടുപോകാറുണ്ട്. നല്ല കഥകൾ വിട്ടുപോകാറുണ്ട്. ചിലപ്പം ഒരുപാട് കേട്ട് കഴിയുമ്പം നമുക്ക് ഒരു ദിവസം എത്ര കഥ കേൾക്കും? ഒരു 10-20 കഥയായിട്ടല്ല. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ അത്ര ഞാനിപ്പോ ഒരു 5 മിനിറ്റിൽ എന്റെ സിനോപ്സിസ് അതിനുവേണ്ടി ഒരു നമ്പർ വെച്ചിട്ടുണ്ട്, ഫോൺ നമ്പർ. അപ്പൊ സിനോപ്സിസ് എന്ന് ഹെഡിങ് ഇട്ട് ഒരു പേജിൽ അയക്കാൻ പറയും. അപ്പം നമ്മൾ ഇപ്പം ഇന്നലെ തന്നെ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി ഇതാണ്, ആ നമ്പർ എടുത്തിട്ട് ഈ സിനോപ്സിസുകൾ വായിച്ചോട്ടെ, അതിൽ എന്തെങ്കിലും കണക്ട് ആവണമെങ്കിൽ റിപ്ലൈ അയക്കും, സെൻഡ് മി 1 ലൈൻ. അപ്പൊ അങ്ങനെ കഴിവതും ഈ സിനോപ്സിസ് എല്ലാം വായിക്കാറുണ്ട്. മനസ്സിലായി. അതേ നടക്കുള്ളൂ. അതാണ്. അല്ലെങ്കിൽ നമ്മള് ഈ തല പെരുത്തു പോകുമ്പോ നമ്മൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമാവും എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടില്ല, ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയത്. ഈ ആനിന് അതായത് പെട്ടെന്ന് ഒരാൾ നുണ പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലേ? ആണോ? ശരിക്കും അങ്ങനെ പഠിച്ചതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ കഴിവ് എനിക്കുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? സൈക്കോളജി പഠിച്ചത് കൊണ്ട് എനിക്ക് തോന്നിയില്ല. ഹ്യൂമൻ സൈക്കോളജി അല്ലേ പഠിച്ചത്? അതെ, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു. അത് പക്ഷെ എനിക്ക് അതുകൊണ്ട് ഒരു കഴിവൊന്നും തോന്നിയിട്ടില്ല. അത് നമുക്ക് ഒരാളുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാലോ അവരെത്ര ജെന്യുവൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാവും. ഏറ്റവും ജെന്യുവൻ ആയിട്ടുള്ള ആളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുള്ളൂ. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇല്ല, നമ്മുടെ അടുത്ത് എങ്ങനെയാ, അല്ലെങ്കിൽ അവരെത്ര ജെന്യുവൻ ആണ് നമ്മുടെ അടുത്ത്, നമ്മൾ തമ്മിൽ എങ്ങനെയാ, എന്ത് വൈബാണ്. ഇപ്പം നമ്മൾ രണ്ടാളും മീറ്റ് ചെയ്തപ്പോഴും ആ ഒരു വൈബ് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു. കറസ്പോണ്ടൻസിലാണോ സൈക്കോളജി പഠിച്ചത്? അല്ല, കോളേജിൽ പോയി കഷ്ടപ്പെട്ട് അല്ലാതെ ഒരാളിപ്പോ നമ്മളെ നേരെ നോക്കി അയാൾ കള്ളം പറയുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അങ്ങനെയൊന്നും പറ്റില്ല. അതൊന്നും ഇല്ല. എനിക്ക് അങ്ങനെ ഒരു സ്പേസ് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ചോദിക്കാൻ പോലും പോവാറില്ല. ഞാൻ പോവും, അവിടുന്ന് മാറി. മനസ്സിലാവും, അതാ ഞാൻ മനസ്സിലാവും. അതെ, ജെന്യുവൻ അല്ലാണ്ട് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് ജെന്യുവനിറ്റി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കൂടുതലും എന്താണെങ്കിലും ഒരു അതെനിക്ക് തോന്നുന്നു എൻ്റെ നാടിൻ്റെ കൂടെ പ്രത്യേകത തോന്നുന്നു. കോഴിക്കോടുകാരെ എപ്പോഴും ഉള്ളതേ കാണിക്കുള്ളൂ. ഒരാൾ വീട്ടിൽ വരികയാണെങ്കിലും നമുക്ക് അവരെ സൽക്കരിക്കുന്നതും ഒക്കെ. ഇല്ലെന്ന് ഞാൻ പറയണില്ല, ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടിൽ. അപ്പം അത് എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല, എനിക്ക് അല്ലാണ്ട് ഇല്ലാത്തൊരു ഇല്ല. അപ്പം അത് തിരിച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ വിജയ് എപ്പോഴെങ്കിലും ആൻ്റെ അടുത്തൊരു കള്ളം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് അത് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെറിയൊരു ഫ്രണ്ട്സ് ആകുമ്പോൾ ഒരു വഴക്കൊക്കെ ഉണ്ടാവും? ഞങ്ങൾ സ്ഥിരം വഴക്കുണ്ടാവണതാണ്. എനിക്ക് തോന്നുന്നു സ്ഥിരം വഴക്കുണ്ടാവും. പക്ഷെ പിന്നെ ഞങ്ങൾ വന്ന് ചിരിച്ചത്, അല്ലാണ്ട് അത്രയും ഒരു സീരിയസ് വഴക്കല്ല, കുഞ്ഞു കുഞ്ഞു വഴക്ക്, ചെറിയ ചെറിയ കള്ളങ്ങളൊക്കെ സ്ഥിരം പറയാറുണ്ടോ? കള്ളാണോ? അതായത് ഞങ്ങൾ ചിലപ്പോൾ 4 ദിവസം 5 ദിവസമൊക്കെ മിണ്ടാതിരിക്കും. ഇപ്പം ഞാൻ വിളിച്ച ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ. പക്ഷേ പെട്ടെന്ന് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ മീറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ ഇതാ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുകയില്ല. അതെ, ആർക്കും ഇവരായിരുന്നു ഇത്ര ദിവസം മിണ്ടാണ്ടിരുന്നതെന്ന് വരെ തോന്നും.
എന്നെ സ്മിത ചേച്ചി വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്താ നിങ്ങൾ തമ്മിൽ തെറ്റിയ എന്താ പറ്റിയ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വിനു വിളിച്ചു ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയും, എനിക്ക് വിനു ഇപ്പം ബിസിനസ് അങ്ങനത്തെ മീറ്റിങ്ങിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യമാണെങ്കിൽ ഞാൻ പറയും, വിനു ഒന്ന് വിജയൻ്റെ അടുത്ത് പറയണുണ്ട്. അപ്പം ആ തെറ്റിയില്ലേ. അപ്പം അതൊരു നോർമൽ. ഞങ്ങൾക്ക് ഇപ്പം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, വഴക്കുണ്ടാവുകയാണെങ്കിൽ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിടും. ഞങ്ങളുടെ ഗ്രൂപ്പുണ്ട്, എൻ്റെ ബ്രദറും ഞങ്ങളെല്ലാം കൂടെ. എനിക്ക് അയക്കേണ്ടത് ഗ്രൂപ്പിൽ വരുമ്പോഴേ എൻ്റെ ബ്രദറിനെ അറിയാം ഇത് വഴക്കാണെന്ന്. അപ്പം ഞാൻ അവനോട് പറയും, അവളോട് ഇങ്ങനെ ചെയ്യാൻ പറ, അങ്ങനെ ചെയ്യാൻ പറ, അപ്പോഴേ അറിയാം വഴക്കാണെന്ന്. അപ്പം പറയും നേരിട്ടങ്ങ് പറഞ്ഞാൽ പറയും മെനക്കേട് നമുക്ക്. സോ നോർമലാണ്. ഐ തിങ്ക് എല്ലാ ഫ്രണ്ട്സ്, ഇപ്പം ഞാനും മീരയായിട്ടും, മീര എൻ്റെ അത്രയും ക്ലോസ് ഫ്രണ്ട്, അപ്പം ഞാനും മീരയായിട്ട് ഇതേപോലെ സ്ഥിരം എന്തെങ്കിലും തെറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് കഴിഞ്ഞാൽ പിന്നെ വിളിച്ചിട്ട് മീര നീ ഒന്ന് അത് ചെയ്തെന്ന് പറയുമ്പോൾ ആ ഒരു മാറും. അതെ, അതിനെ കുറിച്ചേ ഒരു സംസാരം ഉണ്ടാവില്ല. എല്ലാം അങ്ങനെയാണല്ലോ അല്ലേ, ഫ്രണ്ട്സ് ആയാലും ഹസ്ബൻഡ് വൈഫ് ആണെങ്കിലും എല്ലാം അങ്ങനെയാണല്ലോ. നമ്മൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഹാം ചെയ്യാനാണ്.